വെൽക്കം ടു റിതം ഓഫ് ലേണിംഗ്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് 1917 മുതൽ 1947 വരെ ഇന്ത്യയില് സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള സംഭവങ്ങളെ കുറിച്ചിട്ടാണ്. അപ്പൊ അത് 3-4 ക്ലാസ്സുകളായിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചത് എന്താണ്? 1885 മുതൽ 1917 വരെയുള്ള കാര്യങ്ങളാണ് പഠിച്ചത്, അല്ലെ? അപ്പൊ ഇന്ന് പ്രധാനമായിട്ടും നമ്മൾ 1917 തുടങ്ങുമ്പോൾ അതിൽ ചമ്പാരൻ സത്യാഗ്രഹം, അഹമ്മദാബാദ് മിൽ സമരം, ഗേദ സത്യാഗ്രഹം, അങ്ങനെയുള്ള സത്യാഗ്രഹ സമരങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ നിരാഹാര സമരങ്ങളെ കുറിച്ചൊക്കെയാണ് പഠിക്കാൻ പോകുന്നത്. ഈ സമരങ്ങളുടെയൊക്കെ പ്രത്യേകത ഇതൊക്കെ ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഗാന്ധിജിയുമായിട്ട് വളരെ അധികം അടുത്ത ബന്ധമുള്ള സമരങ്ങളാണെന്നും കൂടി ഓർത്തു വെക്കണം. അപ്പൊ നമ്മൾ ചമ്പാരൻ സത്യാഗ്രഹത്തിലേക്ക് കടക്കുകയാണ്. എന്നാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 1917 കാലഘട്ടങ്ങളിലാണ്, 1917 ചമ്പാരൻ സത്യാഗ്രഹം നടക്കുന്നത്. ചമ്പാരൻ എന്ന് പറയുന്നത് ബീഹാറിലെ ഒരു സ്ഥലമാണ്. അപ്പൊ ഇന്ത്യയിലെ എവിടെയാണ് ചമ്പാരൻ എന്ന് പറയുന്ന സ്ഥലം എന്ന് ചോദിച്ചാൽ ബീഹാറിലാണ് എന്ന് നമ്മൾ പറയും. അപ്പൊ എന്താ ചമ്പാരൻ സത്യാഗ്രഹം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താ പറയാ? ചമ്പാരനില് നീലം തോട്ടങ്ങളിൽ നീലം കൃഷി ചെയ്തിരുന്നു. ചമ്പാരൻ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ നീലം തോട്ടങ്ങളിൽ ധാരാളം ജോലിക്കാരുണ്ടായിരുന്നു, അല്ലെങ്കിൽ കർഷകരുണ്ടായിരുന്നു. ആ കർഷകരെ നമ്മുടെ വിദേശികള് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാര് ചൂഷണം ചെയ്യുന്നതിനെതിരെ നടത്തിയ സമരത്തിനെ വിളിക്കുന്ന പേരാണ് ചമ്പാരൻ സത്യാഗ്രഹം അല്ലെങ്കിൽ ചമ്പാരൻ സമരം എന്ന് പറയുന്നത്. അപ്പോ ചമ്പാരനിലെ നീലം തോട്ടങ്ങളിൽ ജോലി ചെയ്തിരുന്ന കർഷകരെ വിദേശികള് അല്ലെങ്കിൽ ബ്രിട്ടീഷുകാര് അല്ലെങ്കിൽ പാശ്ചാത്യര് ചൂഷണം ചെയ്യുന്നതിന് എതിരെ നടന്ന സമരത്തെ വിളിക്കുന്ന പേരാണ് ചമ്പാരൻ സത്യാഗ്രഹം. നടന്ന വർഷം 1917 ഇനി ഇത് നടന്നത് ബീഹാറിലാണ് എന്നും കൂടി ഓർത്തു വെക്കാം. ഇനി ഇങ്ങനെ ഈ ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ പറഞ്ഞു, ഗാന്ധിജി ഇതില് ഇൻവോൾവ്ഡ് ആയിട്ടുണ്ട്. ഇന്ത്യയില് ആദ്യത്തെ ഗാന്ധിജിയുടെ സത്യാഗ്രഹം ഏത് എന്ന് ചോദിച്ചാൽ ചമ്പാരൻ സത്യാഗ്രഹമാണ്. അപ്പൊ മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം കൂടിയാണ് ചമ്പാരൻ സത്യാഗ്രഹം. അപ്പൊ ബീഹാറില് ചമ്പാരൻ എന്ന് പറയുന്ന ഒരു സ്ഥലം ഉണ്ടെന്നും അവിടെ നീലം കർഷകരുണ്ടെന്നും അവിടെ ബ്രിട്ടീഷുകാരിൽ നിന്ന് അവർ വളരെയധികം ദുരിതം അനുഭവിക്കുകയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ഗാന്ധിജിയുടെ ശ്രദ്ധയിൽപ്പെടുത്തിയ പ്രധാനപ്പെട്ട ചമ്പാരനിലുള്ള ഒരു നേതാവിന്റെ പേര് രാജ്കുമാർ ശുക്ല എന്നാണ്. അദ്ദേഹം ഒരു കർഷക നേതാവാണ്. അപ്പൊ രാജ്കുമാർ ശുക്ല എന്ന് പറയുന്ന ഈ കർഷക നേതാവാണ് ഗാന്ധിജിയെ കാണുന്നതും ഗാന്ധിജിയോട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നതൊക്കെ. അപ്പോ 1916 INCയുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു ലക്നൗ സമ്മേളനം നടക്കുകയാണ്. അപ്പൊ ലക്നൗ സമ്മേളനത്തിൽ വെച്ചിട്ട് നീലം കർഷകരോട് സഹതാപം പ്രകടിപ്പിച്ചുകൊണ്ട് ഒരു പ്രമേയം അവതരിപ്പിക്കുകയും കൂടെ ചെയ്യേണ്ടായി. ആ പ്രമേയം അവതരിപ്പിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രിജ് ബാബു കിഷോർ പ്രസാദ് എന്ന് പറയുന്ന വ്യക്തിയാണ്. അപ്പൊ ബ്രിജ് ബാബു കിഷോർ പ്രസാദ് എന്ന് പറയുന്ന വ്യക്തി 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനത്തിൽ നീലം കർഷകരെ കുറിച്ച് അല്ലെങ്കിൽ അവരനുഭവിക്കുന്ന ദുരിതങ്ങളെ കുറിച്ചൊക്കെ ഒരു പ്രമേയം അവതരിപ്പിക്കുകയാണ്. എന്തായിരിക്കും അവതരിപ്പിക്കാൻ കാരണം? അതായത് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമായിരിക്കും അവതരിപ്പിക്കുക. കാരണം രാജ്കുമാർ ശുക്ല പറഞ്ഞ് ചമ്പാരനിലുള്ള നീലം കർഷകരുടെ ദുരിതങ്ങൾ ആരും മനസ്സിലാക്കി? ഗാന്ധിജി മനസ്സിലാക്കി. അങ്ങനെ ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനത്തിൽ ബ്രിജ് ബാബു കിഷോർ പ്രസാദ്, ആരാണ് ബ്രിജ് ബാബു കിഷോർ പ്രസാദ് എന്ന് പറയുന്ന വ്യക്തി, ഇങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ നമ്മുടെ ചമ്പാരനിലുള്ള ആൾക്കാര് അനുഭവിക്കുന്നുണ്ട്, നീലം കർഷകർ അനുഭവിക്കുന്നുണ്ട് എന്ന് നമ്മുടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ നേതാക്കളുടെ ശ്രദ്ധയിലും പെടുത്തുകയുണ്ടായി. ഇനി നമ്മളോട് ചോദിക്കാം, അതായത് ഈ ചമ്പാരൻ സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ടിട്ട് വേറൊരു പ്രക്ഷോഭം എന്താ പറയുന്നത്, അല്ലെങ്കിൽ ചമ്പാരൻ പ്രക്ഷോഭം ഉണ്ടാവാൻ കാരണം വേറൊരു സിസ്റ്റം കൂടിയാണ്. ഈ കർഷകർ അനുഭവിക്കുന്ന പ്രധാനപ്പെട്ട ഒരു ദുരിതം എന്ന് പറയുന്നത്, കർഷകർക്ക് എത്രമാത്രം ഭൂമിയുണ്ടോ കർഷകരുടെ ഭൂമിയുടെ 3/20 അതായത് ഭൂ ഉടമകൾക്ക് നീലം കൃഷി ചെയ്യാൻ നിർബന്ധിതമായിട്ടുള്ള അവസ്ഥ. അതായത് ഇവർക്ക് എത്രമാത്രം ഭൂമി ഉണ്ടോ ഭൂമിയുടെ ഒട്ടുമുക്കാൽ ഭാഗവും എന്തായിട്ട് തന്നെ കൃഷി ചെയ്യണം, ആ നീലം തന്നെ കൃഷി ചെയ്യണം എന്നൊരു നിബന്ധന ആര് കൊണ്ടുവരികയാണ്? ബ്രിട്ടീഷുകാർ കൊണ്ടുവരികയാണ്. ആ കൊണ്ടുവന്ന ആ സിസ്റ്റത്തിന് അല്ലെങ്കിൽ ആ സമ്പ്രദായത്തിന് ഒരു പേരും കൂടി ഇട്ടുണ്ടായിരുന്നു. അതിന്റെ പേര് തിങ്കതീയ സമ്പ്രദായം എന്നാണ്. അപ്പൊ തിങ്കതീയ സമ്പ്രദായം ഏത് സമരവുമായിട്ട് റിലേറ്റഡ് ആണ്, അല്ലെങ്കിൽ ഏത് സത്യാഗ്രഹവുമായിട്ട് റിലേറ്റഡ് ആണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചമ്പാരൻ സത്യാഗ്രഹം. വേറെ ഒന്നുമില്ല, ഇങ്ങനെ തിങ്കതീയ സമ്പ്രദായം എന്ന പേര് മാത്രം ഓർത്തു വെക്കുക. അതായത് കർഷകർക്ക് എത്രമാത്രം ഭൂമിയുണ്ടോ ആ ഭൂമിയുടെ ഏകദേശം 25% എന്തിനായിട്ട് തന്നെ ഇവർ ഉപയോഗിക്കണം?
നീലം കൃഷി ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കണം എന്നുള്ളത് അവർക്ക് വലിയൊരു ബുദ്ധിമുട്ടുള്ള, അവിടെ വേറെ എന്തെങ്കിലും കൃഷി ചെയ്യാനൊന്നും ഇവരെ സമ്മതിച്ചില്ല ബ്രിട്ടീഷുകാർ കേട്ടോ. ഇനി അടുത്തത് അങ്ങനെ ഗാന്ധിജിയുടെ നേതൃത്വത്തില് സമരവും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അപ്പൊ സമരവും കാര്യങ്ങളൊക്കെ നടന്നപ്പോ ബ്രിട്ടീഷുകാർ വന്നു. എന്നിട്ട് എന്താണ്, സർ എഡ്വേർഡ് ഗേറ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ നേതൃത്വത്തില് ഒരു അന്വേഷണ കമ്മീഷനെയൊക്കെ നിയോഗിച്ചു. അപ്പോൾ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്നു എഡ്വേർഡ് ഗേറ്റ്. എഡ്വേർഡ് ഗേറ്റിന്റെ നേതൃത്വത്തിൽ ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചു. കമ്മീഷനിൽ കുറച്ച് അംഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ, അദ്ദേഹം നേതാവ് മാത്രല്ലേ, അപ്പോൾ എഡ്വേർഡ് ഗേറ്റ് എന്ന് പറയുന്നത്. അപ്പൊ അതില് ആരും അംഗമായിരുന്നു, നമ്മുടെ ഗാന്ധിജിയും അംഗമായിരുന്നു. ഇനി എന്താ പറയുന്നത്, കുറച്ച് നാൾ കഴിയുമ്പോൾ അതിനെക്കുറിച്ച് പഠിച്ചു കഴിഞ്ഞിട്ട് കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിക്കുമല്ലോ. അപ്പൊ റിപ്പോർട്ട് സമർപ്പിച്ചപ്പോൾ എന്തായി, കർഷകർക്ക് അനുകൂലമായിട്ട് റിപ്പോർട്ട് സമർപ്പിച്ചു. അങ്ങനെ ചമ്പാരൻ അഗ്രേറിയൻ ബില്ല് പാസാക്കി. എന്താ പാസാക്കിയേ? ചമ്പാരൻ അഗ്രേറിയൻ ബില്ല് പാസാക്കിയാണ് ചെയ്തത്. അതോടുകൂടി എന്താണ്, ചമ്പാരൻ സത്യാഗ്രഹം അവസാനിക്കുകയാണ് കേട്ടോ. അപ്പൊ ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആഘോഷിക്കുകയുണ്ടായി നമ്മള്. എപ്പോഴായിരിക്കും? 1917 നടന്നേ. അപ്പൊ 2017 ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം ആഘോഷിച്ചത്. അപ്പൊ ഇത്രയാണ് ചമ്പാരൻ സത്യാഗ്രഹം. ശരിക്കും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര ചരിത്രത്തില് മഹാത്മാഗാന്ധിയുമായിട്ട് വളരെ റിലേറ്റഡ് ആയിട്ടുള്ള ഒരു സത്യാഗ്രഹമാണ്. കാരണം മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം കൂടിയാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ ബീഹാറിലാണ് എന്ന് പറയും, ബീഹാറിലാണ് എന്ന് ഓർക്കണം. 1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ചമ്പാരനില് നീലം കർഷകരുണ്ടായിരുന്നു. അവരുടെ ദുരിതങ്ങളെ കുറിച്ചിട്ട് രാജ്കുമാർ ശുക്ല എന്ന് പറയുന്ന ഒരു നേതാവ് ഗാന്ധിജിയെ അറിയിക്കുകയും, പ്രാദേശിക നേതാവ്, കർഷക നേതാവ് ഗാന്ധിജി അറിയിക്കുകയും, ഗാന്ധിജി അങ്ങനെ 1916 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്നൗ സമ്മേളനത്തില് നമ്മുടെ ബ്രിജ് ബാബു കിഷോർ പ്രസാദിനോട് ഒരു പ്രമേയം അവതരിപ്പിക്കാൻ പറയുകയും, അങ്ങനെ അതൊരു മൊത്തത്തിലുള്ള ഒരു ശ്രദ്ധ ആകർഷിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം എന്ന് പറയുന്നത്. ഇനി ഈ ചമ്പാരൻ സത്യാഗ്രഹമൊക്കെ ഉണ്ടാവാൻ, അല്ലെങ്കിൽ ഇങ്ങനെയധികം പ്രശ്നങ്ങൾ, കർഷകർ ദുരിതം അനുഭവിക്കാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം ഞാൻ പറഞ്ഞു, അവർക്ക് എത്രമാത്രം ഭൂമി ഉണ്ടോ ആ ഭൂമിയുടെ 3/20 ഭൂവുടമകൾക്ക് എന്തിനു വേണ്ടി കൊടുക്കണം വേണ്ടി വന്നു, നീലം കൃഷി ചെയ്യാൻ കൊടുക്കേണ്ടി വന്നു. അത് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഒരു കാരണമാണ്. അപ്പൊ കുറേയധികം പ്രശ്നങ്ങളും സത്യാഗ്രഹമൊക്കെ ഉണ്ടായപ്പോൾ ബ്രിട്ടീഷുകാര് അന്നത്തെ ലഫ്റ്റനന്റ് ഗവർണർ ആയിരുന്ന സർ എഡ്വേർഡ് ഗേറ്റിന്റെ നേതൃത്വത്തിൽ ഗാന്ധിജിയൊക്കെ അംഗമായിട്ടുള്ള ഒരു കമ്മീഷനെ നിയമിച്ചു. അങ്ങനെ കമ്മീഷൻ റിപ്പോർട്ട് സമർപ്പിച്ചു. ചമ്പാരനിലുള്ള കർഷകർക്ക് അനുകൂലമായിട്ട് ആ റിപ്പോർട്ട് വന്ന് അങ്ങനെ ചമ്പാരൻ അഗ്രേറിയൻ ബില്ല് പാസാക്കി. അങ്ങനെ ചമ്പാരൻ സത്യാഗ്രഹം അതോടുകൂടി ഭംഗിയായിട്ട് പര്യവസാനിച്ചു. ഈ ചമ്പാരൻ സത്യാഗ്രഹത്തിന്റെ 100ാം വാർഷികം നമ്മൾ 2017 ആഘോഷിച്ചു. അപ്പൊ ക്ലിയർ ആയോ നിങ്ങൾക്ക് ചമ്പാരൻ സത്യാഗ്രഹം? ഇനി അടുത്തത് 1918 നമ്മൾ ഓരോ വർഷങ്ങളിലും 1947 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് വരെ ഓരോ വർഷങ്ങളിൽ നടന്നിട്ടുള്ള എല്ലാ പ്രധാനപ്പെട്ട സംഭവങ്ങളെ കുറിച്ചും നമ്മൾ പഠിക്കുകയാണ്. അപ്പൊ 1918 അഹമ്മദാബാദ് ബിൽ സമരം നടക്കുകയാണ്. ഇവിടെ അഹമ്മദാബാദ് എന്ന് പറഞ്ഞ ഗുജറാത്തിലെ ഒരു സ്ഥലമാണ്. ഏത്? അഹമ്മദാബാദ് എന്ന് പറഞ്ഞാൽ. അപ്പൊ അഹമ്മദാബാദ് മിൽ സമരം നടന്നത് എവിടെയാണ്? ഗുജറാത്തിലാണ്. 21 ദിവസം നീണ്ടു നിന്ന സമരമാണ് ഏത്? അഹമ്മദാബാദ് മിൽ സമരം. അപ്പൊ അഹമ്മദാബാദ് മിൽ സമരം എത്ര ദിവസം നീണ്ടു നിന്നു എന്ന് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. സ്റ്റേറ്റ്മെന്റ് രൂപത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ആവുമ്പോൾ ഇത്തരം ചോദ്യങ്ങളൊക്കെ നമ്മൾ പ്രതീക്ഷിക്കേണ്ടതാണ്. 21 ദിവസം ഉണ്ടായിരുന്നു. അങ്ങനെ അഹമ്മദാബാദ് മിൽ സമരം ആരൊക്കെ തമ്മിലായിരുന്നു? അഹമ്മദാബാദ് മില്ലിലെ ഉടമകളും അവിടുത്തെ തൊഴിലാളികളും തമ്മിൽ നടന്ന സമരത്തെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? അഹമ്മദാബാദ് മിൽ സമരം എന്ന് വിളിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, മഹാത്മാഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹം ഏത്? സത്യാഗ്രഹം ഏതാണ്? ചമ്പാരൻ സത്യാഗ്രഹം അല്ലെ? അപ്പൊ മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരം ഏത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയും അഹമ്മദാബാദ് മിൽ സമരമാണ്. അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യയിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരത്തിന്റെ പേരെന്താണ്? അഹമ്മദാബാദ് മിൽ സമരം എന്നതാണ്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. പലപ്പോഴും പരീക്ഷയ്ക്ക് കുറേയധികം വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഈ ചമ്പാരനും അഹമ്മദാബാദും കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ആദ്യമായിട്ട് പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ കുട്ടികൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റുന്ന ഒരു ചോദ്യം കൂടിയാണ്. അതുകൊണ്ട് വളരെയധികം നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ വേണം ഈ ക്വസ്റ്റ്യൻ മനഃപ്പാഠമാക്കാനായിട്ട് കേട്ടോ. ഇനി നമ്മളിപ്പോ ചമ്പാരനിലെ ഈ പ്രശ്നത്തെ കുറിച്ച്, അല്ലെങ്കിൽ നീലം കർഷകരുടെ പ്രശ്നത്തെ കുറിച്ച് രാജ്കുമാർ ശുക്ലയാണ് ഗാന്ധിജിയെ അറിയിച്ചത് എങ്കിൽ, ഇനി അഹമ്മദാബാദ് മില്ലിലെ പ്രശ്നങ്ങൾ, അഹമ്മദാബാദ് മില്ലുടമകളും തൊഴിലാളികളും തമ്മിൽ നടന്ന പ്രശ്നങ്ങളെ കുറിച്ച് ഗാന്ധിജി അറിയിക്കുകയും അതിനൊരു പരിഹാരം കാണണം എന്ന് പറയുകയും ചെയ്തത് അനസൂയ ബഹനായിരുന്നു. ആരാന്ന് ചോദിക്കാം. അനസൂയ ബഹനായിരുന്നു കേട്ടോ. ഇനി ഗാന്ധിജി അപ്പോ ഇവിടെ എന്താണ് ഉണ്ടാവണേ? നിരാഹാര
നിരാഹാര സമരാണ്. അപ്പോൾ ഇത് വേറൊരു ചോദ്യം കൂടി ഇവിടെ വരാം. ഏത് സമരത്തിലാണ് തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് 35% വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഗാന്ധിജി നിരാഹാരം ഇരുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാലും അഹമ്മദാബാദ് മിൽ സമരമാണ് കേട്ടോ. അതായത് തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ടിട്ട് 35% വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിക്കുകയാണ്. ഇനി അപ്പോൾ നിരാഹാരം ഇരുന്നപ്പോൾ ഗാന്ധിജി സമരം വിജയിക്കാനായിട്ട് തൊഴിലാളികൾക്ക് ചില നിർദ്ദേശങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. എന്താ പറയുന്നത്? അതായത് ഒരിക്കലും നമ്മൾ ആയുധം ഉണ്ടാക്കാൻ പാടില്ല. അതായത് ആയുധം ഉപയോഗിക്കാൻ പാടില്ല. മറ്റുള്ളവരെ ഉപദ്രവിക്കാൻ അതായത് അക്രമങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ട് പാടില്ല. ഇനി കരിങ്കാലികളെ ഉപദ്രവിക്കരുത്. വിജയം വരെ സമരത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം. നേരായ വഴിയിലൂടെ നമ്മൾ അതിന് വേണ്ടിയിട്ട് ആഹാരത്തിന് വേണ്ടി പ്രയത്നിക്കുകയും വേണം. അതായത് നമ്മൾ മോശം മാർഗങ്ങളൊന്നും സ്വീകരിക്കരുത്. പിന്നെ കുറച്ച് നാൾ കഴിഞ്ഞു, നമ്മൾ സമരം ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇതിന് നല്ല റിസൾട്ട് ഒന്നും കിട്ടിയില്ല, പിന്തിരിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയാ വീണ്ടും ഒന്നും തുടങ്ങേണ്ടി വരും. അപ്പൊ ആ റിസൾട്ട് നല്ലതൊന്നും കിട്ടില്ല. അപ്പൊ അതുകൊണ്ട് കുറച്ച് ഡയറക്ഷനൊക്കെ ഈ നിരാഹാരം ഇരിക്കുന്നതിന് മുന്നേ തന്നെ ഗാന്ധിജി പറഞ്ഞു. അതായത് ഒരിക്കലും ആയുധം നിങ്ങൾ ഉപയോഗിക്കാൻ പാടില്ല, അക്രമം ഉണ്ടാക്കാൻ പാടില്ല, കരിങ്കാലികളെ ഉപദ്രവിക്കരുത്, വിജയം വരെ സമരത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക, അതുപോലെ നേരായ വഴിയിലൂടെ ആഹാരത്തിന് വേണ്ടി പ്രയത്നിക്കുക എന്ന് പറഞ്ഞ് 21ഓളം ദിവസം ഗാന്ധിജി നിരാഹാരം ഇരുന്നു. അവസാനം അതിന് നല്ല റിസൾട്ട് തന്നെ ഉണ്ടായേ. സമരത്തിന്റെ സന്ധി സംഭാഷണത്തിന് അനസൂയ ബഹന്റെ വീട് തെരഞ്ഞെടുത്ത് അങ്ങനെ സന്ധി സംഭാഷണമൊക്കെ നടത്തി ഭംഗിയായിട്ട് അഹമ്മദാബാദ് മിൽ സമരം ഗാന്ധിജി അവസാനിപ്പിച്ചു. അപ്പൊ 1918 ഗുജറാത്തിലെ അഹമ്മദാബാദ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള മില്ലിലെ ആ മില്ലുടമയും അതുപോലെ തന്നെ അവിടുത്തെ ജോലിക്കാരും, മില്ലുടമകളും ജോലിക്കാരും തമ്മിൽ, തൊഴിലാളികളും തമ്മിൽ ഉണ്ടായിട്ടുള്ള സമരത്തെ വിളിക്കുന്ന പേരാണ് അഹമ്മദാബാദ് മിൽ സമരം. അങ്ങനെ വളരെ ഗംഭീരമായിട്ടുള്ള പ്രശ്നങ്ങൾ ഇവിടെ നടക്കുന്നു എന്നും ഗാന്ധിജി അതിൽ ഇടപെടണമെന്നും അനസൂയ ബഹൻ ആണ് ഗാന്ധിജി അറിയിക്കുന്നത്. അങ്ങനെ ഗാന്ധിജി വരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നിരാഹാരം ഇരിക്കുകയാണ്. 21ഓളം ദിവസം നിരാഹാരം ഇരിക്കുന്നു. നിരാഹാരം ഇരിക്കുമ്പോൾ ഗാന്ധിജി പറയാണ്, ഈ നമ്മള് ഭംഗിയായിട്ട് എന്താണ് ഒരു സമാധാനത്തിന്റെ പാതയിലൂടെ പോവുക, വിജയം നേടുന്നത് വരെ സമരത്തിൽ അടിയുറച്ച് വിശ്വസിക്കുക, നേരായ വഴിയിലൂടെ ആഹാരത്തിന് വേണ്ടി പ്രയത്നിക്കുക, ഒരിക്കലും ആയുധം ഉപയോഗിക്കാൻ പാടില്ല, കരിങ്കാലികളെ ഉപദ്രവിക്കാൻ പാടില്ല, ആക്രമം ഉണ്ടാക്കാൻ പാടില്ല. ഇനി ഈ അഹമ്മദാബാദ് മിൽ സമരവുമായി ബന്ധപ്പെട്ട് ഒരു ക്വസ്റ്റ്യനും കൂടെ നമ്മളോട് ചോദിക്കാം. വളരെ ഇമ്പോർട്ടന്റ് ആണ്, ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങൾ തന്നെയാണ്. തൊഴിലാളികൾക്ക് പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് 35% വേതന വർധനവ് ആവശ്യപ്പെട്ടുകൊണ്ട് ഗാന്ധിജി നിരാഹാരം അനുഷ്ഠിച്ചത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാ പറയാ? അഹമ്മദാബാദ് മിൽ സമരം പറയാം. അപ്പൊ അഹമ്മദാബാദ് മിൽ സമരം കഴിഞ്ഞു കഴിഞ്ഞ് പിന്നെ 1918 തന്നെ നടക്കുന്ന വളരെ വലിയൊരു സത്യാഗ്രഹ സമരത്തിന്റെ പേരാണ് ഖേദ സത്യാഗ്രഹം. ഏതാണ്? ഖേദ സത്യാഗ്രഹം. ഖേദയും എവിടെ തന്നെയാണ്? ഗുജറാത്തിലാണ്. ഇപ്പൊ അഹമ്മദാബാദും ഗുജറാത്തിലാണ്, ഖേദയും ഗുജറാത്തിലാണ്. അഹമ്മദാബാദ് മിൽ സമരം നടന്നത് 1918 ഖേദ സമരവും നടക്കുന്നത് 1918. അപ്പൊ അത് വർഷങ്ങൾ ഓർക്കാനായിട്ട് നമുക്ക് വളരെയധികം എളുപ്പമായി. ഇനി അടുത്തത് എന്താണ് ഈ ഖേദ സത്യാഗ്രഹവുമായിട്ട് അല്ലെങ്കിൽ ഖേദ സമരവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഖേദ സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് ആരെന്നെയായിരിക്കും? ഗാന്ധിജി തന്നെയാണ് നേതൃത്വം നൽകിയ. ഗാന്ധിജിയെ കൂടാതെ സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ദുലാൽ യാഗ്നിക് തുടങ്ങിയ നേതാക്കളൊക്കെ തന്നെ ഗാന്ധിജിയെ അനുകൂലിച്ചുകൊണ്ട് ഖേദ സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുകയാണ്. ആരൊക്കെ ഉണ്ടായിരുന്നേ? സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്നിക്കും ഉണ്ടായിരുന്നു. ഇനി അടുത്തത് നമ്മളോട് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്, ആരാണ് ഖേദ സത്യാഗ്രഹത്തിൽ ഗാന്ധിജിയെ പിന്തുണച്ചു കൊണ്ട് അദ്ദേഹത്തിന്റെ വക്കാലത്ത് പണി വരെ ഉപേക്ഷിച്ചത് ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാ നമ്മൾ പറയാ? സർദാർ വല്ലഭായ് പട്ടേലിന്റെ പേരാണ് പറയാട്ടോ. വളരെ ഇമ്പോർട്ടന്റ് ആണ്. അപ്പോ എന്താ പറയാ, ഗവൺമെന്റ് എന്താ പറയാ യാതൊരുവിധ നല്ല ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഇതിനല്ലാണ്ട് കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ടിട്ടാണ് ഇവരെന്ത് നടത്തുന്നത്? സമരം, ഖേദ സത്യാഗ്രഹം. അത് പറയാൻ വിട്ടു നമ്മള്. എന്തുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് ഖേദ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ? കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ ശരിക്കും ഇങ്ങനെ ഒരു ചോദ്യം കൂടെ വരാട്ടോ. അതായത് കാർഷിക നികുതിയുമായി ബന്ധപ്പെട്ട് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന സമരം ഏതാണെന്ന് ചോദിച്ചാൽ 1918 നടന്ന സമരം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കാർഷിക നികുതി. മറ്റേത് അഹമ്മദാബാദ് മിൽ സമരം എന്ന് പറയുമ്പോൾ നികുതി അല്ലല്ലോ, തൊഴിലാളികളും ഭൂവുടമകളും തമ്മിലുള്ള
അല്ല മില്ലുടമകളും തമ്മിലുള്ള സമരമല്ലേ. ഇവിടെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ കൃഷിഭൂമിയിലുള്ള കൃഷിഭൂമിയുമായിട്ട് ബന്ധപ്പെട്ടത്. അപ്പൊ കൃഷിഭൂമിയിലെ നികുതിയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളതാണ് ഗേദ സത്യാഗ്രഹം. അപ്പൊ ഗവൺമെന്റ് കർഷകരെ പരമാവധി അടിച്ചമർത്തുന്ന രീതിയിലുള്ള ഒരു സിസ്റ്റമാണ് അല്ലെങ്കിൽ പോളിസിയാണ് ഫോളോ ചെയ്യണേ. അപ്പോ എന്താ പറയണേ, കൃത്യമായിട്ട് നികുതിയൊക്കെ കൊടുക്കാത്ത കർഷകരുടെ കയ്യിൽ നിന്ന് കന്നുകാലികളെ കണ്ടുകെട്ടുക, പിഴ ഈടാക്കുക, അല്ലെങ്കിൽ എന്താ പറയുന്നത്, പിഴ ഈടാക്കാൻ വേറൊരു മാർഗം ഇല്ലെങ്കിൽ അവരെ ഭീഷണിപ്പെടുത്തി താക്കീത് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ആര് ചെയ്തിരുന്നത്, അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് ചെയ്തിരുന്നത്. അപ്പോ അങ്ങനെ ഇനി എന്താ ഉണ്ടായേ, ബ്രിട്ടീഷ് അധാർമികമായിട്ട് കുറേയധികം ഭൂമി കൈവശപ്പെടുത്തി. അങ്ങനെ ഗവൺമെന്റ് അധാർമികമായിട്ട് കൈവശപ്പെടുത്തിയ കൃഷിഭൂമിയിൽ എന്തുണ്ടായിരുന്നു, ധാരാളം ഉള്ളി വിളഞ്ഞു നിൽക്കണ്ടായിരുന്നു എന്നാ പറയണേ. അപ്പൊ ഉള്ളിയുടെ വിളവെടുപ്പ് ആരാ ചെയ്തത്, നമ്മളല്ലേ ഉള്ളി കൃഷി അവിടെ ചെയ്തത്. അപ്പൊ നമുക്ക് വിളവെടുക്കാന്ന് പറഞ്ഞിട്ട് നമ്മൾ ഉള്ളിയിൽ വിളവെടുപ്പ് ആര് നടത്തുകയാണ്, ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ കർഷകർ നടത്തുകയാണ്. അപ്പൊ ഗാന്ധിജിയുടെ സഹപ്രവർത്തകൻ ഉണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ പേര് മോഹൻലാൽ പാണ്ഡ്യ എന്നാണ് കേട്ടോ. അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് ഈ വിളനിലങ്ങളിൽ നിന്ന് ഉള്ളി ഇവര് നീക്കം ചെയ്യാണ് കേട്ടോ. അപ്പോ ഇത് എന്തുണ്ടായി, ഇവര് എന്താ പറയണത്, ഗവൺമെന്റ് അധീനതയിൽ, ഭൂമി കർഷകർ തന്നെയാണ്, പക്ഷെ ഗവൺമെന്റ് കണ്ടുകിട്ടിയില്ലേ. അപ്പൊ എന്താണ്, ഗവൺമെന്റ് അധീനതയിലുള്ള ഭൂമിയായില്ലേ, അതിൽ നിന്ന് ഇവരത് കട്ടെടുത്തതിന് തുല്യമായി. അതുകൊണ്ട് തന്നെ ഉള്ളിക്കള്ളൻ എന്ന് ആർക്കൊരു പേരും വന്നു, മോഹൻലാൽ പാണ്ഡ്യക്ക് ഒരു പേരും വന്നു കേട്ടോ. ഡംഗ്ലി ചോർ എന്താ അങ്ങനെ ഒരു ചോർന്ന് പറയില്ലേ നമ്മള്, കള്ളൻ, അതന്നെ ഡംഗ്ലി ചോർ എന്നുള്ളൊരു പേരും കൂടി ആർക്ക് വരികയാണ്, മോഹൻലാൽ പാണ്ഡ്യക്ക് വരികയാണ്. അപ്പൊ ഇതാണ് ഏത് സമരം എന്നുള്ളത് കൊണ്ട് ഖേദ സത്യാഗ്രഹം. അപ്പൊ എന്താണ് ഖേദ സത്യാഗ്രഹം എന്ന് പറഞ്ഞാൽ, ഖേദ സത്യാഗ്രഹം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ശരിയായിട്ടുള്ള രീതിയിൽ ഇതൊരു കർഷക നികുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സമരമാണ്. 1918 നടന്നത്. അധാർമികമായിട്ട് കർഷകരുടെ കയ്യിൽ നിന്ന് നികുതി പിരിക്കുകയാണ് ചെയ്തത്. ഗുജറാത്തിലെ ഖേദ എന്ന് പറയുന്ന സ്ഥലത്ത് നിന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് പിരിക്കുകയാണ്. അപ്പൊ അതിനെതിരെ എന്താണ്, ഗാന്ധിജിയുടെ നേതൃത്വത്തില് നടന്ന സമരമാണ്. സർദാർ വല്ലഭായ് പട്ടേലും ഇന്ദുലാൽ യാഗ്നിക്കും ഒക്കെ ഗാന്ധിജിയുടെ കൂടെ ഉണ്ടായിരുന്നു. സർദാർ വല്ലഭായ് പട്ടേൽ ഈ സമരവുമായിട്ട് റിലേറ്റഡ് ആയിട്ട് ഗാന്ധിജിയുടെ കൂടെ കൂടി അദ്ദേഹത്തിന്റെ വക്കാലത്ത് പണി വരെ ഉപേക്ഷിച്ചു എന്നാ പറയണേ. ഖേദ ഗുജറാത്തിലാണ് എന്ന് ഓർത്തു വെക്കുക. അങ്ങനെ കർഷകരുടെ കയ്യിൽ നിന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് എന്ത് ചെയ്യാണ്, നികുതി കൃത്യമായിട്ട് കിട്ടാണ്ടാവുമ്പോൾ കർഷകരെ അടിച്ചമർത്തി അവരുടെ കന്നുകാലികളെ പിടിച്ചെടുക്കുക, അല്ലെങ്കിൽ എന്താ പറയാ പിഴ ഈടാക്കുന്നൊക്കെ താക്കീത് ചെയ്യുക, ഇങ്ങനെയൊക്കെ ചെയ്തപ്പോ പിടിച്ചെടുത്ത എന്താ പറയുന്നത് കന്നുകാലികളും കൃഷിഭൂമിയൊക്കെ പിടിച്ചെടുക്കല്ലേ. അപ്പോൾ അങ്ങനെ പിടിച്ചെടുത്ത കൃഷിഭൂമിയിലെ കർഷകരുടെ ഉള്ളി വിളഞ്ഞു നിൽക്കണ്ടായിരുന്നു. അപ്പൊ ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ എന്ത് ചെയ്തു, ഉള്ളി വിളവെടുത്തത് മോഹൻലാൽ പാണ്ഡ്യ എന്ന് പറയുന്ന അവിടുത്തെ ഒരു ലോക്കൽ നേതാവിന്റെ നേതൃത്വത്തിലാണ്. അപ്പൊ അദ്ദേഹം അത് കട്ടെടുത്തു എന്നുള്ളത് കൊണ്ട് തന്നെ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് നീക്കുകയും അദ്ദേഹത്തിന് ഉള്ളിക്കള്ളൻ അല്ലെങ്കിൽ ഡഗ്ലി ചോർ എന്നുള്ള ഒരു പേര് ബ്രിട്ടീഷുകാർ കൊടുക്കുകയും ചെയ്തു. അപ്പൊ ഇത്രയാണ് ഏത് സമരം എന്ന് പറയുന്നത്, ഖേദ സത്യാഗ്രഹം എന്ന് പറയുന്നത്. വർഷം 1918, സ്ഥലം ഗുജറാത്തിലെ ഖേദ. അല്ലെ, 3 പേരുണ്ട്, ഗാന്ധിജി, സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ദുലാൽ യാഗ്നിക്. ഇവിടുത്തെ കർഷക നേതാവിന്റെ പേര് മോഹൻലാൽ പാണ്ഡ്യ. അപ്പോ ഓരോന്നും കൃത്യമായിട്ട് നമ്മൾ ഓർത്തു വെക്കണം. അപ്പൊ ഇത്രയാണ് അഹമ്മദാബാദ് മിൽ സമരം, അതുപോലെ തന്നെ ചമ്പാരൻ സത്യാഗ്രഹം, ഖേദ സത്യാഗ്രഹം തുടങ്ങിയ പോയിന്റുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. ക്ലാസ് ഒക്കെ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ നിങ്ങൾ മാക്സിമം കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യാനും, ആദ്യമായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും, അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ട ക്ലാസ്സുകളാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും അതുപോലെ തന്നെ കമന്റ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനൊക്കെ ശ്രമിക്കണം കേട്ടോ. അടുത്ത ദിവസം നമ്മൾ 1970 to 1947 എന്ന് പറയുന്ന ഭാഗത്തിലുള്ള അടുത്ത ഭാഗവുമായിട്ട് അല്ലെങ്കിൽ അടുത്ത സംഭവങ്ങളുമായിട്ട് വീണ്ടും കാണാം കേട്ടോ.